പൂക്കാലത്തിൽ അഭിനയിച്ചപ്പോൾ ഈ സുഹാസിനി എൻ്റെ മകള് കണ്ടോ, പടം കണ്ടോ? പൂക്കാലം. അതിനകത്ത് ഇവളെൻ്റെ ഇതൊക്കെ പേപ്പറൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു. അങ്ങനെയാണല്ലോ ഇവള് പോകുന്നത്. ഇവള് പോയി അമേരിക്കയിൽ പോയി വലിയ എഴുത്തുകാരിയാണ് അവള്. അങ്ങനെയാണ് അവൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് ആ കുറ്റബോധം തോന്നി. പ്രായമായി കഴിഞ്ഞാൽ വരുന്നത് കൊച്ചിലെ ഇവള് പോയതാണ്. അപ്പോൾ ഈക്ക് മേലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവൾ ആ ചെരുപ്പ് ഇട്ട് കൊടുക്കും ഇയാൾക്ക്. അപ്പോൾ ആ സീൻ ഞാൻ ചെയ്തപ്പം ഇവള് ചെരുപ്പിടുമ്പോൾ ഞാനിങ്ങനെ ഇവളെ നോക്കും. എനിക്ക് സങ്കടം വരും. എനിക്ക് അന്നേരം സങ്കടം വന്നു. ഇത് പറഞ്ഞു തന്നൊന്നുമല്ല. പെട്ടെന്ന് അന്നേരം ഓർത്ത് ഞാൻ കാരണമല്ലേ ഈ കൊച്ചു വന്നു. ഇവള് BSc പാസ്സായ ഇതുകൊണ്ട് ഇയാളത് കത്തിച്ച് കളയും. അന്ന് ഇവള് പിന്നെ എങ്ങനെയാണ് പോയി കക്കട്ടയിൽ പോയി ആളുടെ കല്യാണം കഴിച്ച് അങ്ങനെ പോയി അമേരിക്കയിൽ പോയി അവിടെ എഴുത്തുകാരിയായിട്ട് വീട്ടിലൊരു ഇഷ്യൂ വന്നപ്പം ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞാൽ വന്ന ആൾ പെട്ടെന്ന് ഈ 91 വയസ്സ് അപ്പൂപ്പന് അവളിങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ചെരുപ്പ് ഇടാൻ മേലെ പോലെ. അപ്പം ചെരുപ്പ് എടുത്ത് അപ്പോഴേക്ക് പെട്ടെന്നൊരു ഫീലുണ്ടായി. അത് ആ ഫീൽ ചിലപ്പോൾ അഭിനയിച്ച ആ നിമിഷം എനിക്ക് തോന്നിയതാണ്. അല്ല മുൻകൂട്ടി ഞാനും മുൻകൂട്ടി അന്നേരം എനിക്ക് വിഷമം വരണമെന്ന് വിചാരിച്ചില്ല. ചെരുപ്പിട്ട് പോകണം, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ തോന്നി അത് നമുക്ക് എനിക്ക് തോന്നുന്നു അതിനോടുള്ള എൻ്റെ ഒരു ശ്രദ്ധ കൊണ്ടായിരിക്കാം. അതാ ഞാൻ പറഞ്ഞ ഓരോ നിമിഷവും ഞാൻ തന്നെ ചെയ്യുന്നു. അന്നേരം വിടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ വരിക, വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ കട്ട് ചെയ്യും, അല്ലേ?